ഹായ് ഫ്രണ്ട്സ്, യൂട്യൂബ് നോട്ട്സിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും എൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ഇന്നത്തെ വീഡിയോ NMMSൻ്റെ സോഷ്യൽ സയൻസിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. വളരെ പ്രധാനപ്പെട്ടതും ചോദിക്കാൻ സാധ്യതയുമുള്ള 35 ക്വസ്റ്റ്യനുകളാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നവീന ശിലായുഗത്തിലെ മാറ്റങ്ങളെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഗോൾഡൻ ചൈൽഡ്. നവീന ശിലായുഗത്തിലെ മാറ്റങ്ങളെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഗോൾഡൻ ചൈൽഡ്. മധ്യശിലായുഗ കേന്ദ്രമായ ബാങ്കോർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? രാജസ്ഥാൻ. മധ്യശിലായുഗ കേന്ദ്രമായ ബാങ്കോർ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തത്. മഗധ രാജ്യത്തിൻ്റെ രണ്ടാം തലസ്ഥാനത്തിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞത്. പാടലീപുത്രം. മഗധ രാജ്യത്തിൻ്റെ രണ്ടാം തലസ്ഥാനത്തിൻ്റെ പേരെഴുതുക. പാടലീപുത്രം. അപ്പോൾ മഗധ രാജ്യത്തിൻ്റെ ഒന്നാം തലസ്ഥാനമാണ് ഏത്? രാജഗൃഹം. മെസപ്പൊട്ടേമിയൻ, ഈജിപ്ഷ്യൻ, ചൈനീസ് എന്നീ സംസ്കാരങ്ങളുടെ പൊതു സവിശേഷത കണ്ടെത്തുക. അതിൽ ഓപ്ഷൻ: ഇരുമ്പ് ഉപകരണങ്ങളുടെ ഉപയോഗം, സിഗറാത്തുകൾ, കലണ്ടറിൻ്റെ നിർമ്മാണം, ജലഘടികാരത്തിൻ്റെ നിർമ്മാണം. ആൻസർ: കലണ്ടറിൻ്റെ നിർമ്മാണം. മെസപ്പൊട്ടേമിയൻ, ഈജിപ്ഷ്യൻ, ചൈനീസ് എന്നീ സംസ്കാരങ്ങളുടെ പൊതു സവിശേഷത കണ്ടെത്തുക. ആൻസർ: കലണ്ടറിൻ്റെ നിർമ്മാണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തത്. സംഘകൃതിയായ അകനാനൂറ് ഉൾക്കൊള്ളുന്ന വിഭാഗം ഏത്? എട്ടുതുകൈ. സംഘകൃതിയായ അകനാനൂറ് ഉൾക്കൊള്ളുന്ന വിഭാഗം എട്ടുതുകൈ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അധംപതന കാരണങ്ങളിൽ ഉൾപ്പെടാത്തത്? ഒരു കേന്ദ്രീകൃത അധികാരത്തിൻ്റെ അഭാവം. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അധംപതന കാരണങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ഒരു കേന്ദ്രീകൃത അധികാരത്തിൻ്റെ അഭാവം. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അധംപതന കാരണങ്ങളിൽ പെട്ടതാണ് അപ്പോൾ ഏതൊക്കെ? വെള്ളപ്പൊക്കവും വനനശീകരണം, കൃഷിയുടെ തകർച്ച, ഇതൊക്കെ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അധംപതന കാരണങ്ങളിൽ പെട്ടതാണ്. അടുത്തത്, ചുവടെ തന്നിട്ടുള്ളതിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞത്. അതിൽ ഓപ്ഷൻ: ചേരന്മാർ മുജിരി, പാണ്ഡ്യന്മാർ പാടലീപുത്രം, ചോളന്മാർ മധുരൈ, മൗര്യന്മാർ ഉറയൂർ. ഇതിലേതാണ് ശരി ഉത്തരം വരുന്നത്? ചേരന്മാർ മുജിരി. എന്താണ്? ചുവടെ തന്നിട്ടുള്ളതിൽ നിന്നും ശരിയായ ജോഡിയാണ് ചോദിച്ചത്. അതിൽ ആൻസർ വരുന്നത് ചേരന്മാർ മുജിരി. അജീവകന്മാരും ചാർവാകന്മാരും ഉൾപ്പെട്ടിരുന്ന വിഭാഗമേത്? ഏതാണ്? ശ്രമണർ. അജീവകന്മാരും ചാർവാകന്മാരും ഉൾപ്പെട്ടിരുന്ന വിഭാഗം ശ്രമണർ. കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങൾ പ്രധാന സവിശേഷതയായിരുന്ന കേന്ദ്രം? ഭിംബെത്ക. കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങൾ പ്രധാന സവിശേഷതയായിരുന്ന കേന്ദ്രം ഭിംബെത്ക. ഒരു നർത്തകിയുടെ വെങ്കല പ്രതിമ ലഭിച്ച ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പേരെഴുതാൻ. മോഹൻജോദാരോ. ഒരു നർത്തകിയുടെ വെങ്കല പ്രതിമ ലഭിച്ച ഹാരപ്പൻ സംസ്കാരമാണ് മോഹൻജോദാരോ. ചില സ്ഥലങ്ങളുടെ പേരുകളും അവയുടെ പ്രാധാന്യവുമാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അവ ശരിയായി യോജിപ്പിക്കാൻ. 1 ലുംബിനി, 2 സാരാനാഥ്, 3 ബോധ്ഗയ, 4 കുശിനഗരം. ബുദ്ധൻ ബോധോദയം കൈവരിച്ചു. ബുദ്ധൻ്റെ ജന്മസ്ഥലം. ബുദ്ധൻ നിർവ്വാണം നേടി. ബുദ്ധൻ്റെ ആദ്യ പ്രഭാഷണം. അതിൽ ലുംബിനിക്ക് ചേരുന്നത്, ലുംബിനിയിൽ ബുദ്ധൻ്റെ ജന്മസ്ഥലമാണ് ലുംബിനി. 2 സാരാനാഥ്. സാരാനാഥിൽ ബുദ്ധൻ്റെ ആദ്യ പ്രഭാഷണം നടത്തിയ സ്ഥലം. ബോധ്ഗയ. ബോധ്ഗയയിൽ ബുദ്ധന് ബോധോദയം കൈവരിച്ചു. കുശിനഗരം, ബുദ്ധൻ നിർവ്വാണം നേടിയ സ്ഥലം. അതിൽ ഓപ്ഷൻ 1 ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 12ാമത്തത്. നെയ്തൽ തിണയുടെ ഭൂമിശാസ്ത്ര സവിശേഷത കണ്ടെത്തുക. തീരപ്രദേശം.
നെയ്തൽ തിണയുടെ ഭൂമിശാസ്ത്ര സവിശേഷത തീരപ്രദേശമാണ്. ശിലകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായതേതെന്ന്? അതിൽ ഓപ്ഷൻ 1 നൈസ് ഒരു ആഗ്നേയശിലയും ഗ്രാനൈറ്റ് ഒരു കായാന്തരിത ശിലയുമാണ്. ഓപ്ഷൻ 2 ഗ്രാനൈറ്റ് ഒരു ആഗ്നേയശിലയും നൈസ് ഒരു കായാന്തരിത ശിലയുമാണ്. ഓപ്ഷൻ 3 ഗ്രാനൈറ്റും നൈസും ഒരു ആഗ്നേയശിലകളാണ്. ഓപ്ഷൻ 4 ഗ്രാനൈറ്റും നൈസും കായാന്തരിത ശിലകളാണ്. അതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ഗ്രാനൈറ്റ് ഒരു ആഗ്നേയശിലയും നൈസ് ഒരു കായാന്തരിത ശിലയുമാണ്. നിങ്ങൾ അസ്തമയ സൂര്യന് അഭിമുഖമായി നിൽക്കുന്നു എന്ന് സങ്കല്പിക്കുക. എങ്കിൽ നിങ്ങളുടെ വലതുവശത്ത് ഏത് ദിക്കായിരിക്കും? വടക്ക്. നിങ്ങൾ അസ്തമയ സൂര്യന് അഭിമുഖമായി നിൽക്കുന്നു എന്ന് വിചാരിച്ചാൽ നമ്മളുടെ വലതുവശം ഏത് ദിക്കിലായിരിക്കുമെന്നാണ് ചോദിച്ചത്. വടക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, തമിഴ്നാടുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻ വയനാട്, പത്തനംതിട്ട, കോഴിക്കോട്, കൊല്ലം. ആൻസർ ഓപ്ഷൻ 3 കോഴിക്കോട്. അടുത്ത ക്വസ്റ്റ്യൻ 16ാമത്തെ ക്വസ്റ്റ്യന്, ചുവടെ നൽകിയിട്ടുള്ള ഭൂപട ചിഹ്നങ്ങളെ അനുബന്ധ നിറങ്ങളുമായി ചേരുംപടി ചേർക്കാൻ. 1 റോഡ്, റെയിൽവേ ലൈൻസ്, മണൽക്കൂന, ജലാശയങ്ങൾ. അപ്പോൾ റോഡിന് അനുബന്ധമായ നിറം വരുന്നത് റോഡ് കറുപ്പ്, റെയിൽവേ ലൈൻസ് ഏതാ? ചുവപ്പ്, മണൽക്കൂന തവിട്ട്, ജലാശയം നീല. ഇതിൽ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2 ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആലിപ്പയം എന്നാൽ എന്ത്? മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷണമാണ് ആലിപ്പയം. ആലിപ്പയം എന്നാൽ എന്ത്? മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷണമാണ് ആലിപ്പയം. അതായത് 0.2 ഇഞ്ചിനും 6 ഇഞ്ചിനും ഇടയിൽ, അല്ലെങ്കിൽ 5 മില്ലിമീറ്റർ മുതൽ 15 സെൻറ്റിമീറ്റർ വരെ. അടുത്ത ക്വസ്റ്റ്യന്, നൽകിയിട്ടുള്ളവയിൽ അറബിക്കടലിൽ പതിക്കുന്ന ഇന്ത്യയിലെ നദി ഏതെന്ന്? സിന്ധു നദി, ഗംഗാനദി, ബ്രഹ്മപുത്ര നദി, ഗോദാവരി നദി. ഇതിലേതാണ് അറബിക്കടലിൽ പതിക്കുന്നതെന്ന് ചോദിച്ചത്? അറബിക്കടലിൽ പതിക്കുന്ന നദി സിന്ധു നദിയാണ്. നൽകിയിട്ടുള്ളവയിൽ അറബിക്കടലിൽ പതിക്കുന്ന ഇന്ത്യയിലെ നദി ഏത്? സിന്ധു നദിയാണ് അറബിക്കടലിൽ പതിക്കുന്ന ഈ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയിലെ നദി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ഏതെല്ലാം അക്ഷാംശങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ ഏതെല്ലാം അക്ഷാംശങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത്. 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ് ഇന്ത്യയുടെ സ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, 66.5 ഡിഗ്രി ഉത്തര അക്ഷാംശത്തെ വിളിക്കുന്ന പേര് ഏതാണ്? ആർട്ടിക് വൃത്തം. 66.5 ഡിഗ്രി ഉത്തര അക്ഷാംശത്തെ വിളിക്കുന്ന പേര് ആർട്ടിക് വൃത്തം. അടുത്ത ക്വസ്റ്റ്യൻ 21ാമത്തെ ക്വസ്റ്റ്യനാണ് അടുത്തത്. ആദ്യ ഭൗമ ഉച്ചകോടി എവിടെയായിരുന്നു? റിയോ ഡി ജനീറോ. ആദ്യ ഭൗമ ഉച്ചകോടി നടന്നത് റിയോ ഡി ജനീറോയിൽ വെച്ചാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈഗ്രോമീറ്റർ ഉപയോഗിച്ച് അളക്കുന്നത് എന്ത്? അന്തരീക്ഷ ആർദ്രതയാണ് ഹൈഗ്രോമീറ്റർ ഉപയോഗിച്ച് അളക്കുന്നത്. ഹൈഗ്രോമീറ്റർ ഉപയോഗിച്ച് അളക്കുന്നത് എന്ത്? അന്തരീക്ഷ ആർദ്രത. ക്വസ്റ്റ്യൻ 23ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? KM മുൻഷി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആര്? KM മുൻഷി. അടുത്തത്, സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡൻ്റാണ് സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത്. സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരാ നിങ്ങൾക്കറിയാലോ? ആരാ? ദ്രൗപദി മുർമു. അടുത്ത ക്വസ്റ്റ്യൻ 25ാമത്തെ ക്വസ്റ്റ്യനാണ്. ഏറ്റവും പഴക്കമുള്ള ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏത്? USA ആണ് ഏറ്റവും പഴക്കമുള്ള ലിഖിത ഭരണഘടനയുള്ള രാജ്യം. ഏറ്റവും പഴക്കമുള്ള ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? USA. അടുത്തത്, നീതി ആയോഗ് രൂപീകരിക്കപ്പെട്ട ദിനം എന്നാണ്? ജനുവരി 1, 2015.
നീതി ആയോഗ് രൂപീകരിക്കപ്പെട്ട ദിനം ജനുവരി 1, 2015. പൗരത്വത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ അന്തിമ അധികാരി ആരാണ്? പാർലമെൻറ്റാണ് പൗരത്വത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ അന്തിമ അധികാരി പാർലമെൻറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ 28ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമം തുടങ്ങേണ്ടത് എവിടെയാണ്? പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും സഭയിലാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമം തുടങ്ങേണ്ടത് പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും സഭയിൽ. അടുത്തത്, പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ സവിശേഷ ലക്ഷണമായിട്ടുള്ള രാജ്യം? സ്വിറ്റ്സർലാൻഡ്. പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ സവിശേഷ ലക്ഷണമായിട്ടുള്ള രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. അടുത്ത ക്വസ്റ്റ്യന് 30ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ കേന്ദ്ര മാനവ വിഭവശേഷി വികസന വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചത്. ഇത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോഴത്തെ ആൾ പ്രകാശ് ജാവേദ്കറാണ്. ആരാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ മാനവ വിഭവശേഷി വികസന വകുപ്പ് മന്ത്രി? പ്രകാശ് ജാവേദ്കർ. അടുത്ത ക്വസ്റ്റ്യൻ, തൊഴിൽ ചെയ്യുവാനുള്ള അവകാശം ഇന്ത്യയിൽ ഏത് വിഭാഗത്തിലാണ് പെടുന്നതെന്ന് ചോദിച്ചത്. നിർദ്ദേശക തത്വമാണോ, മൗലിക അവകാശമാണോ, ഭരണഘടനാ അവകാശമാണോ, മൗലിക കർത്തവ്യമാണോ? ഇതിലേതിലാണെന്നാണ് തൊഴിൽ ചെയ്യുവാനുള്ള അവകാശം പെടുന്നത്? ഏതിലാണ്? നിർദ്ദേശക തത്വത്തിൽ. തൊഴിൽ ചെയ്യുവാനുള്ള അവകാശം ഏതിൽ പെടുന്നു? നിർദ്ദേശക തത്വത്തിൽ പെടുന്നു. സംസ്ഥാന നിയമനിർമ്മാണ കൗൺസിലിൽ വേണ്ടുന്ന ചുരുങ്ങിയ അംഗസംഖ്യ എത്ര എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. എത്രയാണ്? 40. സംസ്ഥാന നിയമനിർമ്മാണ കൗൺസിലിൽ വേണ്ടുന്ന ചുരുങ്ങിയ അംഗസംഖ്യ 40 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? 9 വർഷം. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി 9 വർഷം. അടുത്തത്, ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ആരാണ്? ലോകസഭാ സ്പീക്കർ. ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ലോകസഭാ സ്പീക്കറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അവസാനത്തെ ക്വസ്റ്റ്യനാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? ഫസൽ അലി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.